അപ്പോൾ എല്ലാവർക്കും സോപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സോപ്പാണ്. അതായത് നമ്മുടെ പറമ്പിൽ നിന്ന് മഞ്ഞൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ നീരും തൊലിയും കൂട്ടി മിക്സിയിൽ നന്നായി ജ്യൂസ് അടിച്ചിട്ട് അത് ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയിട്ടാണ് അതിലേക്കാണ് നമ്മൾ എന്ത് ചേർക്കുക, കാസി സോഡ ചേർക്കുക. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള നാരങ്ങ നീര് എന്തോരം ആവശ്യം എന്ന് വെച്ചാൽ വെള്ളത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് നാരങ്ങയുടെ നീരാണ്. ഓക്കെ, അപ്പോൾ അത് എന്തോരം വേണമെന്ന് വെച്ചാൽ 249.675 മില്ലി നമുക്ക് വെള്ളം വേണം. അപ്പോൾ അതിന് പകരം നമ്മൾ നാരങ്ങ നീര് എടുക്കണം 249.675 മില്ലി. പിന്നെ ആയിരിക്കും നമുക്ക് വേണ്ടത് കാസി സോഡയാണ്. കാസി സോഡ വേണ്ടത് 110.640 ഗ്രാം കാസി സോഡ വേണം. ആവശ്യമുള്ള 100 ഗ്രാം മഞ്ഞളാണ്. 100 ഗ്രാം മഞ്ഞൾ നമ്മൾ അരിഞ്ഞിട്ടൊന്ന് പതുക്കെ ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം നമ്മളത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുത്തിട്ട് അരച്ച് അത് നമ്മുടെ സോപ്പിൽ ചേർക്കും. അപ്പോൾ മഞ്ഞളിൻ്റെ ഗുണം കിട്ടും, നാരങ്ങയുടെ ഗുണങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. മഞ്ഞൾ കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു 100 മില്ലി നല്ല നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണ കേട്ടോ. നമ്മൾ മില്ലിൽ നിന്ന് മേടിക്കുന്നതാണ്. എല്ലാവരും നാച്ചുറൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് വയ്ക്കുക. നമ്മൾ ഈ സോപ്പിടിക്കുള്ളത് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളത് കേട്ടോ. നന്നായി മിക്സിയിൽ നല്ല നൈസായിട്ട് അരച്ചെടുത്തോളൂ കേട്ടോ. നമുക്ക് ആവശ്യമുള്ള നാരങ്ങയാണ്. അപ്പോൾ നാരങ്ങ നമ്മൾ മുറിച്ചെടുക്കുക. നമ്മൾ നാരങ്ങ കുരു മാത്രം നീക്കം ചെയ്യുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അരച്ചെടുക്കും കേട്ടോ. അങ്ങനെ എല്ലാ നാരങ്ങ നമ്മൾ മുറിച്ചെടുക്കുക. കുരുല്ലാണ്ടിരിക്കാൻ നമ്മൾ അരിപ്പ് വെച്ചിട്ട് പതുക്കെ നരിച്ച് കുരു മാത്രം തട്ടി കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിത് മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ വെള്ളം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ തന്നെ ഇട്ടുണ്ട് ജ്യൂസ് അടിക്കാനുള്ളതാണ് മൊത്തം. എന്നിട്ട് അരിച്ചെടുക്കുക, എന്നിട്ട് ഫ്രീസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും വീഡിയോ മനസ്സിലാവില്ലെങ്കിൽ എന്നെ വിളിച്ചു വെച്ചോട്ടോ, ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ട്. വേണ്ടേ, നമ്മൾ നന്നായിട്ട് എന്തരച്ചെടുത്തിട്ടുണ്ട്, നമ്മുടെ മഞ്ഞളും വെളിച്ചെണ്ണയും നമ്മൾ ചൂടാക്കി വെച്ചില്ലേ, അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഹണി ചേർക്കാം, നല്ല ശുദ്ധമായ ഹണി ചേർക്കാം. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ നാരങ്ങ ജ്യൂസും നാരങ്ങയുടെ തൊലിയും കൂടി അരച്ചെടുത്ത കേട്ടോ. അതാണ് ഈ കളറ്. ഇതെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കി എടുക്കാം. എന്നിട്ട് വേണം നമ്മൾ കാസി സോഡ ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മളേ ഇവിടെ മഞ്ഞൾ സോപ്പും നാരങ്ങയും കൂടിയിട്ടുള്ള സോപ്പായിട്ട് ഉണ്ടാക്കാൻ പോകണം. രണ്ടും കൂട്ടി എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളതിലേക്ക് 300 മില്ലി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഒരു 100 മില്ലി നമ്മൾ ഇന്നലെ മഞ്ഞൾ ചൂടാക്കിയില്ലേ വെളിച്ചെണ്ണയിലിട്ടിട്ട് അതിൻ്റെ എക്സ്ട്രാക്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ 200 മില്ലി പാമോലി ചേർത്തിട്ടുണ്ട്, 50 മില്ലി ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്, 30 മില്ലി കാസ്റ്റർ ഓയിൽ ചേർത്തിട്ടുണ്ട്, 10 മില്ലി സൺഫ്ലവർ ഓയിലും 10 മില്ലി ആൽമണ്ട് ഓയിലും. അങ്ങനെ 700 മില്ലി ഓയിൽ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ അരച്ചില്ലേ നാരങ്ങ നീരും നാരങ്ങയുടെ തൊലിയും കൂടിയിട്ടുള്ളത്, അത് ഫ്രീസ് ചെയ്തിട്ട് അതൊരു 249.675 മില്ലി അതെടുത്തു. പിന്നെ നമ്മളൊരു കാസി സോഡ എടുത്തു 110.640 ഗ്രാം, അതുകൂടി മിക്സ് ചെയ്യുക നന്നായിട്ട്. പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണയിലെ വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട് കേട്ടോ. 5 ഡ്രോപ്സ് വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുനാരങ്ങയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ മുടിക്കൊക്കെ നല്ല ഗ്ലേസിങ്ങും പിന്നെ മുടിമിലുണ്ടാവുന്ന ചെറിയ ചെറിയ ഫംഗസ് ഇല്ലേ, അതായത് താരം പോലത്തുള്ള രോഗങ്ങൾ, അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ സ്കിന്നിമത്തെ പാടുകൾ, കുരു വന്നിട്ടുള്ള പാടുകൾ, അതുപോലെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലൊരു വഴി കിട്ടുക നമ്മുടെ ചെറുനാരങ്ങ വെച്ചിട്ട്. അതുപോലെ മഞ്ഞളുടെ ഗുണങ്ങൾ അതുപോലെ തന്നെ കുറേ അധികം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും മഞ്ഞളുടെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഐസും കട്ടയിൽ സോപ്പ് ഉണ്ടാക്കണതിൻ്റെ കാര്യം തന്നെ നമുക്ക് പെട്ടെന്ന് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കാസി സോഡ ചേർക്കുമ്പോൾ തന്നെ നല്ല ചോപ്പ് നിറം വരും. മെഡിമിക്സിൻ്റെ 35 മില്ലി ഫ്രാഗ്രൻസ് എടുത്ത് വെച്ചാൽ കാസി സോഡയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതേ നമ്മുടെ ബീക്കർ എടുത്ത് വയ്ക്കുക. വേണ്ട, മഞ്ഞളിൻ്റെ നല്ല മഞ്ഞ നിറാട്ടോ. അരച്ച് ചേർത്തിട്ടുള്ള തന്നെ അതിൻ്റെ ചെറിയ ചെറിയ തരികൾ കിടക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കാസി സോഡ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കാസി സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരു റെഡ് നിറമായി. ഇപ്പോൾ നമുക്ക് കളറൊന്നും വേണ്ടത് തന്നെ മതി. നമുക്ക് അതിലേക്ക് സ്മെല്ല് ചേർക്കാം. 35 മില്ലി സ്മെല്ല് കേട്ടോ, ഫ്രാഗ്രൻസ് ഓയിൽ. മെഡിമിക്സിൻ്റെയാണ് ഞാൻ ചേർക്കുന്നത്, ആയുർവേദ സോപ്പാണല്ലോ. ഇനി ആർക്കെങ്കിലും ഈ ഓയിൽ സോപ്പാ അതേപോലെ നമ്മുടെ ഗ്ലിസറിൻ സോപ്പൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോ. അതേപോലെ ഗ്ലിസറിൻ സോപ്പിൻ്റെ ബേസുകൾ, കളറുകൾ, ഫ്രാഗ്രൻസ് ഓയിലുകൾ, പിന്നെ നിങ്ങൾക്ക് ബേസ് ഉണ്ടാക്കാനുള്ള ഐറ്റംസുകളില്ലേ ഇന്നലെ കാണിച്ചതിന് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ എങ്ങനെ ബേസ് ഉണ്ടാക്കാമെന്ന്
അപ്പോൾ അതിൻ്റെ ഐറ്റംസുകൾ കിട്ടാത്തവർ അതും വിളിച്ചോട്ടെ. എല്ലാ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മൾ സോപ്പിൻ്റെ കുറച്ച് കട്ടകൾ എടുത്തിട്ട് നമ്മൾ മുന്നുണ്ടാക്കി വെച്ചിട്ടുള്ള സോപ്പിൻ്റെ കട്ടകളാണ്, കുറച്ച് അരിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ മോഡലിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തട്ടി കൊടുക്കാം കേട്ടോ. തട്ടി കൊടുക്കാം കേട്ടോ നന്നായിട്ട്. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതൊന്ന് അറിയിക്കട്ടെ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോട്ടെ. വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. കൂടുതലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, എന്നാലും കാണുള്ളൂ. നിങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ നമുക്കൊരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ നാരങ്ങയും മഞ്ഞളും വെച്ചുള്ള സോപ്പൊക്കെ നന്നായി സെറ്റായിട്ട് കേട്ടോ. ഇനി ഇത് ഞാൻ നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബേസൊക്കെ സെറ്റായിട്ട് കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മളുണ്ടാക്കിയതാട്ടോ, പുതിയ മെഷീനാണ്. സിമ്പിളായിട്ട് കട്ട് ചെയ്യണ്ട. നമ്മളൊരു ചെറിയൊരു കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മാർബിൾ പോലെ. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതുള്ളൂ ഓരോ സോപ്പും. അത് നമുക്ക് മാക്സിമം എങ്ങനെയാണ് ഓരോ സോപ്പും ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മളിതിന് കളർ ചേർക്കേണ്ട കാര്യമില്ല. കളർ അല്ലാണ്ട് തന്നെ നമ്മൾ കാസിസോടെ ചേർക്കുമ്പോൾ മഞ്ഞളുടെ കൂടെ ചേർക്കുമ്പോൾ റെഡ് നിറം വരും. ഇനി നമ്മളൊരു 30 ദിവസം പീരീഡ് ടൈം ഉണ്ട് കേട്ടോ ഇതിന്. അതായത് യൂസ് ചെയ്യണമെങ്കിൽ ഇത് 30 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ല അതിൻ്റെ കറക്റ്റ് കാസിസോടെയൊക്കെ പോയിട്ട് നന്നായി നമുക്ക് നല്ല സോപ്പായിട്ട് കിട്ടും. ഓക്കെ, എല്ലാവരും കണ്ടില്ലേ നല്ല ഭംഗിയിൽ സോപ്പ് കാണാൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. സോപ്പ് ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം വേണം അതിനൊക്കെ നിങ്ങൾ തന്നെ വിളിച്ചോ. അതായത് ഗ്ലിസറിൻ സോപ്പ് ആയാലും കുഴപ്പമില്ല, ഓയിൽ സോപ്പ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോ. ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ഓക്കെ, താങ്ക് യു.